പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ബ്ലോക്കിലുള്ള ഒരു പ്രധാന വിഷയമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് വെള്ളായണിക്കായലും അതിൻ്റെ മലിനീകരണം കാരണം ഉണ്ടാകുന്ന കുളവാഴി ആണ്. അപ്പോൾ മലിനീകരണത്തെ പറ്റി രണ്ട് വാക്ക് പറയാം. ഇതിൽ മലിനീകരണം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഒന്നിൽ കൃഷി, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം, അത് നേരിട്ടല്ലെങ്കിലും ഭൂഗർഭ ജലം വഴി കായലിലേക്ക് എത്താം. അതായിരിക്കും മിക്കവാറും. കാര്യം കൃഷി ഇപ്പം അധികമായിട്ടില്ല, വളം ഉപയോഗിക്കുന്നത് അധികമായിട്ടില്ല. അല്ലെങ്കിൽ വ്യവസായം, അതും അധികമായിട്ട് ഈ പ്രദേശത്ത് ഇല്ല. അപ്പം നിങ്ങൾ ആ സിവേജ് ട്രീറ്റ്മെൻറ്റും ആ രീതിയിലുള്ള സിവറേജ് STB മുതലായവയൊന്നും സ്ഥാപിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും കുളവാഴ ഉണ്ടാകും. കുളവാഴ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ് ഈ മലിനീകരണത്തിന്. ആദ്യം ഈ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ എത്തുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ആൽഗെ, പായൽ, പച്ച കളറാവും. വെള്ളം തെളിഞ്ഞ വെള്ളമല്ല, അത് മങ്ങി അടിയിൽ കാണാൻ പറ്റാത്ത ലൈറ്റ് പെനിട്രേഷൻ കുറഞ്ഞ് വരും. പായൽ വളർന്ന് ലൈറ്റ് പെനിട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പായലിന് വളരാൻ പറ്റത്തില്ല. അപ്പോൾ അടിയിലാകുമ്പോഴത്തേക്കും വെളിച്ചം എത്തത്തില്ല, പിന്നെ ആ സ്ഥലത്ത് പായൽ വളരാതെ. അപ്പം പിന്നെ മേലോട്ട് കൂടുതൽ ഡെൻസായിട്ട് പായൽ വളരും. എന്നിട്ട് മേലിൽ ഒരു തിക്ക് പാട പോലെ ഫോം ചെയ്യും. പാട പോലെ ഫോം ചെയ്താൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ വേറെ ചെറിയ ഈ ആഫ്രിക്കൻ പായൽ പോലത്തെ ചെറിയ ഇലയുള്ള ഇവന്മാരിങ്ങനെ മേലിൽ വന്ന് അവിടെ നിന്ന് ലൈറ്റ് അങ്ങ് പിടിക്കും. അടിയിൽ നിന്ന് ഈ ന്യൂട്രിയൻ്റ് വാരിയെടുക്കും. എന്നിട്ട് അതിൻ്റെ അപ്പുറം പോകുമ്പോഴാണ് ഈ തലപൊക്കി നിൽക്കുന്ന കുളവാഴ വളരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻറ്റ് ഫോസ്ഫറസ് ആണ്, നൈട്രജൻ ആണ്. നൈട്രജൻ ഇല്ല എങ്കിൽ പോലും ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ നൈട്രജൻ ഫിക്സിംഗ് ആൽഗെ വളർന്ന് നൈട്രജൻ വായുവിൽ നിന്ന് ഫിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ കൊടുക്കുകയും അത് പിന്നെ ബാക്കിയുള്ള കുളവാഴയും വായിലും എല്ലാം കൂടെ പിക്കപ്പ് ചെയ്യുകയും ചെയ്യും. അതിനെ സയനോ ബാക്ടീരിയ എന്ന് പറയും, നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയ. അപ്പം ഫോസ്ഫറസിന്റെ അളവ് നമ്മൾ വെള്ളത്തിൽ നോക്കുകയും ഈ തടാകം വൃത്തിയാക്കൽ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കൽ വാക്ക് ലേക്ക് റെമഡിയേഷൻ എന്നാണ് പ്രബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേം, ലേക്ക് റെമഡിയേഷൻ. ലേക്ക് റെമഡിയേഷന് വേണ്ടി ഉള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ന്യൂട്രിയന്റ് മാറ്റണം. പക്ഷെ ഇത്രയും അധികം വെള്ളത്തിൽ നിന്നും ഈ ന്യൂട്രിയന്റ് പമ്പ് ചെയ്ത് മാറ്റാനൊന്നും എളുപ്പമല്ല, ഒട്ടും പ്രായോഗികമായിട്ടുള്ള സംഗതിയല്ല. പക്ഷേ ഈ കുളവാഴയും അതുപോലത്തെ പായലും എല്ലാം ഈ ന്യൂട്രിയൻ്റ് ഉള്ളത് കാരണമാണല്ലോ വളരുന്നത്, അത് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയിലും തണ്ടിലും വേരിലും എല്ലാം ഫോസ്ഫറസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെ വാരിയെടുക്കുമ്പോഴത്തേക്കും തടാകത്തിലുള്ള ഫോസ്ഫറസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിനെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ നാര് മാത്രമാണ്. അതിൻ്റെ ഫോസ്ഫറസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നൈട്രജനും ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ നാര് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ തിരിച്ച് കായലിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ പഴയ സ്ഥിതി തന്നെ ആയിരിക്കും. അപ്പം ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതിൽ നാര് അടർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് എഫ്ലുവൻറ്റിൽ നിന്നും ന്യൂട്രിയൻ്റ് റിമൂവലും കൂടെ ചെയ്ത്
ഫോസ്ഫറസ് പ്രത്യേകിച്ചും ഇല്ലാത്ത വെള്ളം തിരിച്ച് നമുക്ക് ഇങ്ങോട്ടാണ് വെച്ചാൽ ഒഴുക്കി വിടാം. ഇതിന്റെ റേറ്റ് ഓഫ് റിമൂവൽ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഫോസ്ഫറസ് മാറ്റുന്നതിന് സാധാരണ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതിന് അയൺ ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അയൺ ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആലം അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫോസ്ഫേറ്റ് ആയിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് നമുക്ക് വളമായിട്ട് പൗഡർ ഫോമിൽ എടുത്ത് കൊടുക്കാവുന്നതാണ്. എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് കണക്കാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇനീഷ്യൽ സർവേയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. ഇനി നാട് എങ്ങനെയാണ് മാറ്റുന്നത്? ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ ശ്രീ പ്രവീൺ രാജ് പറഞ്ഞ പോലെ ഇത് പണ്ട് എന്നാണ് പ്രവീൺ രാജ് 2005-2010 ഞാനത് ചെയ്യുന്നത്. അന്ന് ഈ തൊണ്ടഴുകുന്നത് ഒരു ചില കായലിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു, മാറ്റമായിരുന്നു. അങ്ങനെ അവിടെയുള്ള ടൂറിസവും അവിടെയുള്ള മത്സ്യബന്ധനവും ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ്. കുളവാഴിയും അതെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം അതിനു വേണ്ടി ഒരു പുതിയൊരു നൂതന സാങ്കേതിക വിദ്യ എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് സാങ്കേതിക വിദ്യയും കുറച്ച് ശാസ്ത്രവും ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഈ തൊണ്ട എടുക്കുന്നത് സാധാരണ 4 മാസം 6 മാസം ഒക്കെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയിടണം. അത് കഴിഞ്ഞാലാണ് ഈ നാര് വെളിയിലോട്ട് വരുന്നത്. അത് നമ്മൾ ഒരു മോഡേൺ റിയാക്ടർ സിസ്റ്റം വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 20-25 ദിവസം കൊണ്ട് തന്നെ ഇത് നാര് മാറ്റിയെടുക്കാൻ പറ്റും. അത് വളരെ ഭംഗിയുള്ള നാരായിട്ട് കിട്ടുകയും ചെയ്യുക. തൊണ്ടെന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൽ നിന്നും നാര് ഇളക്കിയെടുക്കുന്നത് പ്രയാസമാണ്. അപ്പോൾ ഇതേ സാങ്കേതിക വിദ്യ വേറെ മെറ്റീരിയൽസിലും ഉപയോഗിച്ച് നോക്കി. അതിൽ ഒന്ന് വാഴത്തണ്ടെന്നാണ്. ഇപ്പം വാഴത്തണ്ടെന്ന് വാഴനാര് ഈ രീതിയിൽ തന്നെ മാറ്റിയെടുക്കാം. അത് സോഫ്റ്റ് ആയത് കാരണം അത് പെട്ടെന്ന് വരും. കുളവാഴയിലും അത് ചെയ്തു കേട്ടോ. ബയോമെത്തഡേഷൻ അല്ല, ഇതും ചെയ്തു. അത് ആ കൃഷ്ണകുമാറിന്റെ അടുത്ത റിപ്പോർട്ടുകളൊക്കെ കാണേണ്ടതാണ്. യു ആസ്ക് ഹിം ടു ഗിവ് ദ റിപ്പോർട്ട്. ഇറ്റ് വിൽ ബി ദേർ. ബിക്കോസ് ഞാനായിരുന്നു അന്ന് ഹെഡായിട്ട് ഇരുന്നത്. ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ദേർ. അതവിടെ ഉണ്ട്. ടേക്ക് ഇറ്റ് ഫ്രം ഹിം. സോ കുളവാഴയിൽ നിന്നും ഇത് മാറ്റിയെടുക്കാം. അത് വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. കുളവാഴ എന്ന് പറയുന്നത് 92-93% വെള്ളമാണ്. ബാക്കി 7% മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വെള്ളമല്ലാത്ത പദാർത്ഥങ്ങൾ. അതിൽ ഒരു പങ്ക് നാരാണ്. അപ്പൊ അതിൽ നിന്നും ഫൈനായിട്ടുള്ള നാര് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിപ്പം 5 ദിവസത്തിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാരും കൂടെ അങ്ങ് ദ്രവിച്ചങ്ങ് പോകും. അതുകൊണ്ട് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. അത് നമ്മുടെ ആ റിയാക്ഷൻ സിസ്റ്റം ഒക്കെ നോക്കി അത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ വരുന്നുണ്ട്. അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ സെക്രട്ടറി പറഞ്ഞ പോലെ നമുക്കിവിടെ ആക്ഷൻ പ്ലാൻ വേണമെന്നാണല്ലോ ഒരു താല്പര്യം. അപ്പം ആക്ഷൻ പ്ലാൻ ഞാനിവിടെ ഇരുന്ന് കുറിച്ചു. അപ്പം ഇതിൽ ലേക്ക് റെമഡിയേഷൻ ആൻഡ് റിക്കവറി ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം വാട്ടർ ഹൈസൻസ് എന്നൊരു ടൈറ്റിൽ അത് നിങ്ങൾ അത് മലയാളത്തിൽ ആക്കി ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ആക്ഷൻ പ്ലാനിൽ ആദ്യത്തേത് ഈ വെള്ളാണിക്കായലിൻ്റെ ഒരു സർവേ ആയിരിക്കണം. എത്ര ഏരിയയിലാണ് വാട്ടർ ഹൈസൻത് വളരുന്നത്, എത്ര ക്വാണ്ടിറ്റി ഉണ്ടാകും, ഏത് റേറ്റിൽ നമ്മളത് റിമൂവ് ചെയ്യണം. ലേക്കിൻ്റെ ഒരു ഫോസ്ഫറസ് ബാലൻസ് എന്ന് പറയും.
എന്ന് പറഞ്ഞാൽ ഈ റേറ്റിൽ നമ്മൾ ഫോസ്ഫറസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ടോട്ടൽ ഫോസ്ഫറസ് ഈ കായലിൽ ഇത്രയും കിലോഗ്രാമോ ടണ്ണോ ഉണ്ട്, അത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏത് റേറ്റിലാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. അപ്പോൾ എത്ര നാൾ ഈ പ്രോജക്റ്റ് കൊണ്ട് ഈ തടാകം വൃത്തിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു അനാലിസിസ്. ഇതെല്ലാം നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഗൈഡ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ചെയ്യേണ്ടത് പ്ലാന്റിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷനുമാണ്. ഏത് സ്കെയിലെന്ന് വേണമെന്നുള്ളത് തീരുമാനിക്കണം. ആ സ്കെയിലനുസരിച്ചുള്ള ഡിസൈൻ ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ വേണം. പിന്നെ ഈ ഇതിൻ്റെ ഫൈനാൻസിങ്, അതെവിടെ നിന്നൊക്കെയാണ് സോഴ്സസ്, അതിൽ CSR ഫണ്ടിങ് വരുന്നുണ്ട്. പിന്നെ ടെൻഡറിങ് പ്രോസസ്സിലേക്ക് പോവുക. പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ എക്കണോമിക്സ്, ഇതെല്ലാം തയ്യാറാക്കി ഒരു DPR ഉണ്ടാക്കി എടുക്കുക. പിന്നെ ഇതിപ്പം തടാകം വൃത്തിയായി കഴിഞ്ഞാൽ അവിടെ ഹൈസിന്ത് പിന്നെ വളരുന്നത് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ബാക്കിയുള്ള സിവേജ് ട്രീറ്റ്മെൻറ്റും എല്ലാം കുറച്ചുകൂടെ കാര്യക്ഷമമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായി തന്നെ നിലനിൽക്കേണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് നമ്മളുടെ മഴ കിട്ടുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഓവർഫ്ലോ വരുന്നുണ്ട്, അതുവഴി കുറച്ച് വെളിയിലോട്ട് പോകും. അപ്പോൾ ഈ വരുന്നതും വെളിയിലോട്ട് പോകുന്നതും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ തടാകത്തിൽ വലുതായിട്ട് ഈ ഗ്രോത്ത് ഉണ്ടാകത്തില്ല, എൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയി. ആ ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിവിടെ നിന്ന് വൃത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ അതിലൊരു എക്സ്പെർട്ടൈസ് നിങ്ങളുടെ ബ്ലോക്കിനും നിങ്ങളുടെ ഗ്രാമങ്ങൾക്കും ഉണ്ടാകും, ഇത് നടത്തുന്നവർക്കും ഉണ്ടാകും. ഇത് കേരളത്തിൽ ഉണ്ടാകുക മാത്രമല്ല, ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനു വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെവലിൽ തന്നെ ലേക്ക് ക്ലീനപ്പ്, വാട്ടർ ബോഡി ക്ലീനപ്പ് എന്നൊക്കെ പറഞ്ഞ് പദ്ധതികളും ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഓർഡറുകളും പലതും വന്നിട്ടുണ്ട്. സെക്രട്ടറി തലത്തിലെ ഒരുപാട് ചർച്ചകളും നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ ഇങ്ങനെ വലിയ വലിയ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി സമർപ്പിച്ചിട്ടുണ്ട്, കോടതിക്കും കൊടുത്തിട്ടുണ്ട്, മിനിസ്ട്രിക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളത് സംഗതി ശരിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു എക്സ്പെർട്ടൈസ് ഇവിടെ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ട്. നിങ്ങളത് പിന്നെ അതൊരു ബിസിനസ്സായിട്ട് മാറ്റിയെടുക്കുന്നത് നിങ്ങളുടെ ഒരു സാമർഥ്യമായിരിക്കും. എന്നിട്ട് ഒരു രാജ്യവ്യാപകമായിട്ട് ഒരു ലേക്ക് റെമഡിയേഷൻ, എസ്പെഷ്യലി ഫോർ വാട്ടർ ഹൈസിന്ത് ആൻഡ് അതർ അക്വാട്ടിക് വീഡ്സ്, ഇൻഫെസ്റ്റഡ് വാട്ടർ ബോഡീസ്, യൂട്രോഫൈഡ് വാട്ടർ ബോഡീസ് എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വിജയമായിരിക്കും. ഞാനിപ്പോൾ ഒരു റിട്ടയർഡ് ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ എനിക്ക് വേറെ ഇതിൽ വളരെ താല്പര്യമൊന്നുമില്ല, ഒരു അഡ്വൈസ് തരിക എന്നുള്ളത് മാത്രം. താങ്ക് യു.